അള്ളാഹുവിനോട് യുദ്ധത്തിന് പോകുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന, നമ്മളെയൊക്കെ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവുമായി യുദ്ധം പ്രഖ്യാപിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആളുകൾ. നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ കാഫിരീങ്ങളോ മുശ്രിക്കീങ്ങളോ മുർത്തദുകളോ ഒന്നും അല്ല അവർ. മറിച്ച് നമ്മളിൽ അധിക പേരും അറിഞ്ഞോ അറിയാതോ പെട്ടുപോയിട്ടുള്ള, അധികം ആളുകളും വളരെ നിസ്സാരമായി കണക്കാക്കുന്ന പലിശ ഇടപാടിൽ ബന്ധപ്പെട്ട് കഴിയുകയും അതിൽ നിന്നും മാറാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ വിശേഷിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും ലോൺ എടുക്കുന്നത് ഈ ദുനിയാവിലെ ചില്ലറ ലാഭത്തിനു വേണ്ടിയാണ്. പക്ഷേ അതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നാളെ ആഖിറത്തിലെ കാലാകാലത്തേക്കുള്ള സുഖ സന്തോഷങ്ങളെയാണ്. കാരണം അത്രക്കും വലിയ പാപമാണ് പലിശ. ലോൺ എടുത്താൽ നാളെ ആഖിറത്തിൽ മാത്രമല്ല നഷ്ടം, മറിച്ച് ഈ ദുനിയാവിലെ സകല നാശനഷ്ടങ്ങളുടെയും നമ്മുടെ സമ്പത്തിലുള്ള മുഴുവൻ ബർക്കത്തുകേടുകളുടെയും അടിവേര് കൂടിയാണ് പലിശ. പലിശ വാങ്ങുന്നവനെ മാത്രമല്ല, മറിച്ച് അത് കൊടുക്കുന്നവനെയും അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നവനെയും ഒക്കെ അള്ളാഹുവും അവന്റെ റസൂലും ശപിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കണ്ണൂർ ഐനുൽ മആരിഫ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആമിസ് നോ ടു ഇൻട്രസ്റ്റ് എന്നർത്ഥം വരുന്ന ലാ റിബ എന്ന തലക്കെട്ടിൽ പലിശയുടെ ഗൗരവത്തെക്കുറിച്ച് പറയാനും അതിന്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മളറിയാതെ നമ്മുടെ സമ്പത്തിൽ കടന്നുകൂടുന്ന ഇൻട്രസ്റ്റ് മണിയിൽ നിന്ന് എങ്ങനെ വിട്ടുനിൽക്കാം എന്ന് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കാനും അതിലേക്ക് നമ്മളെ ആകർഷിക്കാനും ഒക്കെ വേണ്ടിയുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്ന ഈ കാലത്ത് പലിശ എന്ന മഹാവിപത്തിനെതിരെ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നത് ഈ കാലഘട്ടത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ദീനീ സേവനമാണ്. ലാ റിബ അതൊരു പ്രഖ്യാപനമാണ്. അള്ളാഹുവും അവന്റെ റസൂലും നിരോധിച്ച കാര്യത്തോട് ഞങ്ങൾക്കും ശക്തമായ വെറുപ്പാണ് എന്ന ധീരമായ പ്രഖ്യാപനം. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചൊന്നായി ഉച്ചത്തിൽ പ്രഖ്യാപിക്കാം, ലാ റിബ, ലാ റിബ, ലാ റിബ. പലിശ വേണ്ട, പലിശ വേണ്ട, പലിശ വേണ്ട, ഒട്ടും വേണ്ട, ഒരിക്കലും വേണ്ട.